കണ്ടാലുടൻ തിന്നാൻ തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി എരിവുള്ള പെട്ടിയപ്പം ബേക്കറി സ്റ്റൈലിൽ റെഡിയാക്കിയാലോ? റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഒരു 2 കപ്പ് മൈദപ്പൊടി എടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടി, ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ കരിഞ്ജീരകം. കരിഞ്ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാരണ കുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുഴച്ചെടുക്കാം. ഞാനിതാ അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടിയപ്പം ചുട്ടെടുക്കാം. ഞാൻ നമ്മുടെ മാവിനെ ഒരു 7 ബൗൾസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ പരത്തി എടുക്കാം. പരത്തുന്ന സമയത്ത് അരിപ്പൊടി ഇട്ട് പരത്താൻ വേണ്ടി ശ്രമിക്കണേ, അന്നേരം നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളെ പെട്ടിയപ്പം. ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ഇറച്ചിപ്പത്തിലൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, റൂളർ. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തൊലോടുകൂടി ചതച്ച വെളുത്തുള്ളി ഇട്ട് നല്ലോണം മൊരിച്ചെടുത്ത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു മണമായിരിക്കും, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ പെട്ടിയപ്പത്തിൻ്റെ കൂടെ പൊരിച്ച് കോരി മാറ്റി വെക്കാം. കറിവേപ്പിലിൻ്റെയും കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചതച്ചത് മൂടിയിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.